ഷോകൾ ഹാസ്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ മാറ്റെഴുതിയത്. എന്ത് പറ്റി? എല്ലാവരും ഇരുന്ന് ഉറങ്ങുവാണ്? ഏയ്, കയ്യടി ഇല്ലല്ലോ. ഒരു കയ്യടി കിട്ടി, നല്ല കയ്യടി വന്നേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ശക്തി തരാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ശക്തി ഞാൻ തരുന്നത്, ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറയണം, ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് പറയണം. ഓക്കെ, ഹായ്, ഹലോ, ഹായ്. ഓക്കെ, ക്ഷീണമൊക്കെ പോയില്ലേ? അവർക്കൊക്കെ മാറിയില്ലേ? താങ്ക് യു. ഇവിടെ അടിപൊളി നൃത്തച്ചുവടുകൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഇവിടെ ഇപ്പൊ എത്താൻ പോവുകയാണ്. ഇവിടെ നേരത്തെ വ്യത്യസ്തമായ നൃത്തച്ചുവട് ഒരുക്കിയത് സൂപ്പർ ജോഡി എന്ന സൂര്യ ടിവിയിലെ പ്രോഗ്രാമിലൂടെ പ്രശസ്തനായ അനീഷ് റഹ്മാൻ, സുമി, കൂടാതെ ഇപ്പൊ സുമി താരോത്സവം എന്ന കൈരളി ചാനലിലെ പ്രോഗ്രാമിലൂടെ നിരവധി വ്യത്യസ്തമായ നൃത്തച്ചുവടുകൾ നമുക്ക് സമ്മാനിച്ച ഒരു കലാകാരിയാണ്. ഇവിടെ ഈ നൃത്തരംഗങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ ഈ വ്യത്യസ്തമായ ഡാൻസുമായി നമ്മളോടൊപ്പം നിൽക്കുന്ന യൻസ്റ്റൈൻ ട്രിവാൻഡ്രം ടീം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സുമി ആൻഡ് അനീഷ് റഹ്മാൻ ടീം. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. എല്ലാവരും ഞാൻ നല്ല കൈ ഉണ്ടാവില്ല. ഇത് ആരൊക്കെയാണ് ഈ കലാകാരന്മാർ, ഈ കലാകാരികൾ? എന്തായാലും നമുക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ അജീഷ് റഹ്മാൻ. പണ്ട് സൂപ്പർ ഡാൻസറിൽ വന്ന അനീഷ് റഹ്മാൻ്റെ ഒരു അനിയനാണ്. രണ്ടാമത് അമൃത ടി വി ലെറ്റ്സ് ഡാൻസിലെ വിന്നറായിരുന്നു. ഇപ്പോൾ ഈ വർഷം സൂപ്പർ ജൂഡിയുടെ സെക്കൻഡ് റണ്ണറപ്പായിട്ട് ഞാൻ ഇറങ്ങി ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഫസ്റ്റ് വന്നത് അമൃതയിലെ ലെറ്റ്സ് ഡാൻസിൽ ജോണിൻ്റെ പേരായിട്ടാണ്. സെക്കൻഡ് സൂപ്പർ ജോഡി അജീഷ് റഹ്മാൻ്റെ പേരായിട്ട് ചെയ്തു. ഇപ്പോൾ താരോത്സവത്തിൽ അനീഷ് രവി എന്ന് പറയുന്ന ചേട്ടൻ്റെ ടീമിലാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. ദിവസവും തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ ഈവനിങ് 8 PM താരോത്സവം പ്രോഗ്രാം എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. നന്ദി. താങ്ക് യു. എനിക്കൊരു കാര്യം മനസ്സിലായി, സിനിമാറ്റിക് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ ഒരു ഒച്ച കേൾക്കുമെന്ന് മനസ്സിലായി. താങ്ക് യു. ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങൾ കേൾക്കാൻ കുതിച്ച ഗാനങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട താരം കലാഭവൻ മണി വീണ്ടും ഈ വേദിയിലേക്ക് എത്തുന്നു. ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന എല്ലാ പാട്ടും പാടും, പേടിക്കണ്ട. ആ പരലും ഈ പരലും എല്ലാ പാട്ടും പാടും, എല്ലാം പാടിയിട്ട് പോവുള്ളൂ, പേടിക്കണ്ട. ഒന്നാമത്തേല് നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഇത് ഗ്രാമമാണോ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നറിയില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു അമ്പലത്തിൽ ഇത്രയും പൈസ മുതൽ മുടക്കിയിട്ടൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക എന്ന് പറയാമെന്ന് തന്നെ ഏറ്റവും ഈ കമ്മിറ്റിക്ക് ഏറ്റവും നന്ദി ഞാൻ പറയുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾ പറയുന്ന പാട്ട് പാടാതെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ പാട്ടും പാടിയിട്ട് ഞാൻ പോവുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, ആ പരലും എല്ലാം പാടും, ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഇതൊരു പ്രോഗ്രാമായിട്ട് കാണുകയല്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടത്തുന്ന ഒരാളാണ് ഞാൻ. എല്ലാം പാടാം, പേടിക്കണ്ട, പാടാം. ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം പാടാൻ പോകുന്ന പാട്ട് അതിൽ നിന്ന് തുടങ്ങാം. ആദ്യം പാടിയ പാട്ട് അറിയാവോ? കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കോളേജിൽ പോകുമ്പം പല പോകാൻ കാണുമ്പം എന്നെയും ഓർത്തിയിടണേ എന്റെ പുന്നാരേ, എന്നെയും ഓർത്തിയിടണേ. കോളേജിൽ പോകുമ്പം പല മുഖം കാണുമ്പം എന്നെയും ഓർത്തിയിടണേ എന്റെ പുന്നാരേ, എന്നെയും ഓർത്തിയിടണേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്.
പുള്ളുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളേപ്പ പുള്ളുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരെ, വീഴാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരെ, വീഴാതെ സൂക്ഷിക്കണേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കൊടുത്ത്, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പെണ്ണുകെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, പെണ്ണുകെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും. കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ, കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. പെണ്ണുകെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ, കാര്യം കഴിഞ്ഞു മതി കളി വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത്, പകല് മുഴുവൻ പണിയെടുത്ത്, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി, പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി. ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ, ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി, ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ, ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേല ഇതാ. ആ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്തൊക്കെ എന്തൊക്കെ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്തൊക്കെ എന്തൊക്കെ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മോളെ കഷ്ടത്തില
വേലാക്കല്ല വേലായുധാ. ആ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. ആ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ണു കുടിച്ച് എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. എന്റെ മോളെ കച്ചത്തിലാക്കല്ല വേലായുധാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ എന്തായാലും മണിച്ചന്റെ പാട്ടുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇനിയും മണിച്ചന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. തമിഴ് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സിംഗം എന്ന ചിത്രത്തിലെ സൂര്യ ഫാൻസ് എന്തു പറ്റി സൈലന്റ് ആയി പോയ സൂര്യ ഫാൻസ് എത്ര പേരുണ്ടെന്ന് കൈവയ്ക്കോ നോക്കട്ടെ. സൂര്യ ഫാൻസ് ഓക്കെ. എന്തായാലും കാതൽ വന്താലെ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനവുമായി ഈ വേദിയിലേക്ക് അൻവർ സാദ് എത്തുന്നു. അൻവർ സാദിനോടൊപ്പം ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്ന നിരവധി ടെലിവിഷൻ ചാനലുകളിലൂടെയും അതുപോലെ തന്നെ നിരവധി പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ സുപ്രസിദ്ധയായ ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക കലാകാരി ഈ വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു കൈ കൊടുത്ത് സ്വാഗതം ചെയ്യാം സിന്ധു. എല്ലാവരും ചേർന്ന് നല്ല കൈ കൊടുക്കാം. താങ്ക് യു. చిన్న కత్తిరి కొల వచ్చ మొత్తన పిల్ల నాను మూక వెట్టుకిట్టేன். பட்டு புடவை கட்டி பட்டுன காலில் வீழ பத்து தடவை தினம் ஒத்திக பார்த்துக்கிட்டு சத்துள்ள சாப்பாடெல்லாம் தின்னு நினைக்க உடம்ப சட்டுன்னு சோள சட்டு போல மதுரையே பட்டுன்னு வெட்டி பேசி முட்டி நிக்கும் என் கூட கட்டித்தான் போட்டு ரொம்ப சாந்த மக்கரையே. பாரு நீ பார்த்தா மனம் சோற்று உனக்கு முன்னால தான் நிலவுடலாம் இருக்கு. அடா எனக்கு கிட்டத்தட்ட இதயம் ஃபுல்லா இருக்கு. Everybody listen to samba bamba rumba tumba tumba. Everybody moving to it. Thank you. അൻവർക്ക എന്ത് പറഞ്ഞാലും സംഗീതം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പൊ താങ്ക് യു പറഞ്ഞതിലും ഒരു സംഗീതം ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഒരു കൈയടി കൊടുക്കണ്ട നമുക്ക്. നല്ല കൈയടി കൊടുക്ക. അയ്യോ ഉറങ്ങിയോ വീണ്ടും എല്ലാരും? ഹായ് ഹലോ. ഓക്കെ. ഇവിടെ വ്യത്യസ്തമായ നൃത്തച്ചുവടുകളുമായി ഞങ്ങളുടെ പ്രിയ താരങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ ടെലിവിഷൻ ചാനലുകളിലൂടെ പ്രശസ്തരായ കലാകാരന്മാർ കലാകാരികൾ വീണ്ടും എത്തുന്നു ഒരു സൂപ്പർ ഹിറ്റ് ഡാൻസുമായി നിങ്ങളുടെ മുന്നിൽ. வந்து பக்கா தமிழன் பீட்ல புருவன தமிழன் பீட்லியா என்ன முடியாதானே என்ன சொல்றீங்க பன்? நிச்சயமா முடியும். யோசிக்கிறோமே. ஓகேண்ணா நான் உங்களை சவால் பண்றேன்னா இந்த பீட் மேல வந்து இங்கிலீஷ்ல ரேப் பண்றதுக்கு எனக்கேவா. Baby now, once I bring in the rhythm, making a chance for the Oriental. Better watch out when I flip blackjacks to the middle. Some of you suckers are gonna die. If it is in a miss, I'ma take it out. You Molly girls, take it. My family like cheese, love it. All Asian girls wanna do me like this, so we do it like that. Ba, munani ba, ba, binani ba, ba, yella me manegi ba. Ba, ba, munani ba, ba, binani ba, ba, yella me manegi ba. Kadagele. நிஜமான கணக்கேலே இசையான உருவானே நிஜமான கணக்கேலே யோகிய மீதி நாட்டு பர்டே அன்சி டான்ஸ் பாடு கொண்டு பெட்டில் நிப்பம் கவிதை தலை
താങ്ക് യു. ഇവിടെ ഇത്രയും വലിയൊരു സ്വീകരണം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മണിച്ചേട്ടൻ ഒരു ഗാനം കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ആ ഗാനം ഇവിടെ മണിച്ചേട്ടൻ ആലപിക്കും. ഒരിക്കൽ കൂടി ഞാൻ മണിച്ചേട്ടനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യെടുത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയ താരത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചില വേദികളിൽ പോകുമ്പോൾ ഒരു പരിപാടി ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും 2-3 പാട്ട് പാടിയിട്ട് വേഗം സ്ഥലം കാലിയാക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഇടയായത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പുതിയ CD ഇറങ്ങിയിട്ടുണ്ട്. ആ CD-യുടെ പേരാണ് ഓടപ്പഴം പോലൊരു പെണ്ണ്. എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ? എന്തായാലും ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റു പാടാൻ പറ്റാവുന്ന എന്തോ ശരി, അതും പാടാം. എന്നാൽ ഏറ്റവും ആദ്യം അത് പാടാം. ആ പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. ആ പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പുത്തനടിയും വെട്ടിയും മഴയുടെ ശക്തിയുടമ്പരുത്തെ എൻ്റെ അമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൊള്ളപ്പമായി. ആ പരലി പരലി പരല് പൂവാലി പരലി പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. ഇനിയും സിനിമകളിലെ ഏറ്റവും സിനിമാ നടന്മാർക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയൊരു നടന ഞാൻ. കാരണം പാട്ടും പഠിച്ചിട്ടില്ല. അന്ന് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഏറ്റവും അധികം പാട്ട് പാടി അഭിനയിച്ച ഒരു നടന ഞാൻ. ആ പാട്ടുകളൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പാട്ടുകളാ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, തോല് കൊണ്ടുണ്ടാക്കി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റിയ പാട്ട്? ചെണ്ട പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട, തോളത്തു തൂങ്ങുന്ന ചെണ്ട, വോട്ടു പിടിക്കാൻ അലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട, വോട്ടു പിടിക്കാൻ അലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. അങ്ങനെ അത് കൂടാതെ കണ്ട് തന്നെ ഒരുപാട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, വലയിട്ട് കൈകൊട്ടു, കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, വലയിട്ട് കൈകൊട്ടു. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനൊറ്റുണ്ടായ കല്യാണം, കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനൊറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകില് വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകില് വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊച്ചുവളയിട്ട് കൈകൊട്ട്, കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊച്ചുവളയിട്ട് കൈകൊട്ട്. അതുകൂടാതെ കണ്ട് പിന്നെയും പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയിൽ അഭിനയിച്ച നടന്മാർ ഒരുപാടുണ്ട്. പക്ഷെ ഒരു സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു അനുഗ്രഹമാണ്. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമൊഴിമൈ വഴകിൽ ഒന്നാം നമ്പർ.
അടിമുടി പരിപൊളിയിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി പരിപൊളിയിൽ ഒന്നാം നമ്പർ കരിമിഴിയിലയിൽ മലരഴകല്ലേ കരിമിഴിയിലയിൽ മലരഴകല്ലേ മറുപടി നീ ചൊല്ലുരങ്കി രംഗില സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിപൊളി പരിപഴകിൽ ഒന്നാം നമ്പർ. ഞാന് ടി വിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ MG രാധാകൃഷ്ണൻ സാറ് മരിച്ചു ഇന്ന് തലയ്ക്ക് മുകളിലാണ്. താങ്ക് യു ഏട്ടാ, ഒരുപാട്. ഓ വർക്കല ചാച്ചി, തമ്മനൻ ചാച്ചി, പരിപ്പോട ചാച്ചി, എന്താ പരിപ്പോട ചാച്ചിയോ? ആ എന്തെങ്കിലും ആവട്ടെ ചാച്ചി, ശശി ശവി അവരാതിരിക്കുക. എന്തായാലും ഞാൻ എല്ലാ ടി വിയിലും ഞാൻ ഞാൻ സംഗീതം അറിയാതെ കണ്ട ഒരു ദിവസം നമ്മുടെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ എല്ലാവരും കാണുന്ന എല്ലാ ആൾക്കാരും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണേ. എല്ലാ ആൾക്കാരും ഐഡിയ സ്റ്റാർ സിംഗറും പിന്നെ ഗായികന്മാരെല്ലാവരും ഈ പാടുന്ന കൊച്ചുമക്കളെല്ലാവരും കുറ്റം പറയുന്ന കാലമാണ്. എല്ലാവരും കുറ്റം പറയാ, മോനെ സംഗതി പോരാ, അത് വേണം ഇത് വേണം. ഇവന്മാരൊക്കെ സ്റ്റേജിൽ വന്ന് പാടുമ്പോഴാണ് ഇതിൻ്റെ സംഗതി എന്താണെന്നറിയുള്ളൂ. അതിനകത്തിരുന്ന് കുറ്റങ്ങൾ പറയാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും, പക്ഷേ പാട്ട് പാടുമ്പോഴേ അറിയുള്ളൂ. ഞാൻ അതിന് ഉദാഹരണം ഞാൻ പറയാണ്. ഞാൻ ചേതന സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഒരു പടത്തിൽ എന്നെ പാടാൻ വിളിക്കും. എൻ്റെ മോനെ കുഞ്ഞ് മിണ്ടാണ്ടിക്ക്, നീ എന്താ അടിച്ചേ, ചുമ്മിരി കുറച്ചെഴുതി അവിടെ ഇരി, ഞാൻ പറയാം. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളായത് MG ശ്രീകുമാരൻ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ. എന്നെ ഞാൻ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിലകത്ത് നിൽക്കാം. എന്നെ കണ്ടപ്പോൾ മണി തദറീന ഞാൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ നിന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല. അല്ല മണി എന്താ അങ്ങനെ മണി അങ്ങനെ പറയണേ, ഞാൻ അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇല്ല. സാറ് എന്നോട് പറയുന്നു എന്നെ കൊണ്ട് പാടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പാടുന്നു, സാറിന് ഇഷ്ടമല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോളൂ, ഞാൻ പോയിക്കൊള്ളാം. അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മണിയുടെ വാക്കുകൾ നല്ല മണ്ണിൻ്റെ മണമുള്ള വാക്കുകളാണ്, എല്ലാ ആൾക്കാരെയും തിരിച്ചറിയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് മണിയെ കൊണ്ട് നന്നായിട്ടൊന്ന് പാടിപ്പിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഒരു വായനശാല, വിനോദ വായനശാല എന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിച്ചൊരു ഘട്ടമുണ്ട്. അത് ഈ പരിസരത്താണ് മൊത്തം, ആറ്റിങ്ങോലപ്പുഴ. ഇവിടെയാണ് എൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം, ഞാൻ മറക്കൂല. അപ്പം അതും ഒരു ആത്മബന്ധമുള്ള ഒരു മൂലയാണ്, ഒരു നാടാണ് ഈ നാട്. അപ്പം ആ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് കാണുമ്പോഴാണ് ഇദ്ദേഹം എന്നെ കാണുന്നത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ സിനിമാ താരമാവോ? അന്ന് ടോർച്ചടിച്ച് നോക്കിയാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് വെളുത്തുണ്ടല്ലേ, പക്ഷെ ഇന്ന് കുറേ ലൈറ്റൊക്കെ വെച്ചുകൊണ്ടായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് കാണുന്നത്. എന്തായാലും അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു, മണിക്കൊരു ചാൻസ് ഞാൻ തരുന്നു പറഞ്ഞ് അതേമാതിരി തന്നെ ഈ MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് തന്ന ഒരു പാട്ടാണ്. ആ പാട്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ചിരിക്കണോ? മതിയോ? നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് തൃപ്തിയോടുകൂടി പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കലാഭവൻ മണി വന്നു, അയാൾ ഭയങ്കര ജാടയായിട്ട് പോയി, അങ്ങനെ പറയാനേ പാടില്ല. അതെനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. എപ്പോഴും നിങ്ങളുടെ സന്തോഷമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ പാടിയ പാട്ടേന്നറിയുമ്പോ മലമല്ലൂയ തക തക മലമല്ലൂയ 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 പലാത്തി വന്നെ പല്ലു പറഞ്ഞേ മലമല്ലൂയ
പള്ളാത്തി വന്നെ പല്ല് പറഞ്ഞേ മലമലൂയ ഹായ് മലമലൂയ തക തക മലമലൂയ മലമലൂയ തക തക മലമലൂയ ഹായ് മലമലൂയ തക തക മലമലൂയ മലമലൂയ തക തക മലമലൂയ. അങ്ങനെയും പാടുകൾ പാടി. ഏതാ എന്തോ സാമിയുടെ പാട്ടോ? എനിക്ക് ആടിവാ ഓടിവാ അയ്യപ്പ, ആടിവാ ഓടിവാ അയ്യപ്പ, ആടിവാ ഓടിവാ അയ്യപ്പ, ആടിവാ നീ ഓടിവാ അയ്യപ്പ, ആടിവാ ഓടിവാ അയ്യപ്പ, ആടിവാ ഓടിവാ നീ അയ്യപ്പ. ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുമ്പോൾ ഇത്രയും പാട്ടുകൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കുന്നു ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ ഒരു ബഹുമാനം. ഓ മാമക്കോയുടെ ശബ്ദം. ഓക്കെ, മാമക്കോയുടെ ശബ്ദം നിങ്ങൾ പറയുന്നു, ഞാൻ കേൾപ്പിക്കുന്നു. പക്ഷെ എൻ്റെ ശബ്ദം കടഞ്ഞിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറേ പരിപാടികൾ. നാളെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ എൻ്റെ ഗാനമേളയാണ്, അവിടേക്ക് പോകണം. എന്തായാലും ഞാൻ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ തട്ടിക്കളയുന്നില്ല. മാമക്കോയുടെ ശബ്ദം കറക്റ്റ് അല്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് കൂടി കേൾക്കുകയാണ്. കൊച്ചുകള്ള എന്താണ് ഈ നേരത്ത് പറഞ്ഞ് നമ്മുടെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. എന്തായാലും ഒരുപോലെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല ഉത്സവ ആശംസകൾ. ഇനി എന്താ വേണ്ടേ? ഇനി എന്താ പറയുക, നിങ്ങൾ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അല്ല, ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ മാത്രമല്ല, ഒരുപാട് കലാകാരന്മാരെല്ലാവരും അല്ല, ഞാൻ മിന്നാമന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനേ പറ്റില്ല. കാരണം അത്രയും പാട്ടുകൾ പാടേണ്ടവർ. ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു പുതിയ CD-യിലെ ഒരു പാട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ആ CD-യുടെ പേര് ഓടപ്പഴം പോലൊന്നൊരു പെണ്ണാണ്. ആ പാട്ട് ഞാൻ ആദ്യം പാടാം. കാരണം എല്ലാവരും ഞാൻ മാത്രമല്ലല്ലോ, എല്ലാ ആൾക്കാരും കലാകാരന്മാരല്ലേ, അവരൊക്കെ കാത്തു നിൽക്കല്ലേ. നിങ്ങൾ എല്ലാവരും അവരെ പരിപാടി കാണണം. അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പുതിയ CD-യിലെ പാട്ട് പാടാം. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴമാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴമാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴമാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണം ആത്മാർത്ഥമായി സ്നേഹിച്ച
കുതിരയ്ക്കോ മകരില്ല, ചിലമ്പാമ്പിനോ മത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, കുതിരയ്ക്കോ മകരില്ല, ചിലമ്പാമ്പിനോ മത്തിയില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ ഓടപ്പുഴാകെ അലഞ്ഞോ നാട്ടി. ഉപ്പുമുളക്കില്ല, മാലിനോ കൈമില്ല, ഇണയിൽ മീനാകമില്ല. ഉപ്പുമുളക്കില്ല, മാലിനോ കൈമില്ല, ഇണയിൽ മീനാകമില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ചെണ്ടിയിലെ വേണ്ടി ഞാൻ ഓടപ്പുഴ നാകെ അലഞ്ഞോ നാള. ഓടപ്പഴം പോലൊരു പെണ്ണിന് കിട്ടില്ല, ഓടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിന് കിട്ടില്ല, ഓടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാട്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാട്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാട്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാട്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോ നാട്ടി. ആകാശ് ലെജൻഡ് സൗണ്ടിലെ സുരേഷ് പപ്പുണ്ണിക്ക് ഇവിടെ വെച്ച് ഇവര് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ നമ്മളൊരു പാരിതോഷികം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് മണിച്ചേട്ടൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അവരുടെ തന്നെ സംഘാടകരെയും അതുപോലെ തന്നെ പപ്പുണ്ണിയെ ഞാൻ ഈ സുരേഷ് പപ്പുണ്ണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാ. ഓടിവാ ഓടിവാ കമ്മിറ്റി. ഇവിടെ സുരേഷ് പപ്പുണ്ണി എന്ന് പറഞ്ഞ ആൾ നമുക്ക് ജനറേറ്റർ നിന്ന് സഹായിച്ച ചേട്ടാ ഓടിവാ സുരേഷ് ചേട്ടാ. ഒരു കൈയടി കൊടുക്കാം. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് സുരേഷ് ചേട്ടാ കൊടുക്കാം. ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഉത്സവത്തിനോടനുബന്ധിച്ച് പങ്കെടുത്തതിലും ഞങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരത്തിനും 1000 നന്ദി. ചേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ ബുക്ക് ചെയ്ത സുധീരേട്ടനെ ഒന്ന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇദ്ദേഹം ഇവിടെ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു ആളാണ്. സുധീറിനും 1000 നന്ദിയുണ്ട്. സുധീർ വന്ന് ഏൽപ്പിച്ച സമയം ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയതൊരു 5 പേരല്ലെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് വന്ന് ചേർന്നത് സുധീറിന്റെ കയ്യിലാണ്. എന്തായാലും സുധീറിന് 1000 നന്ദി. റോയൽ മെഗാ ഷോ റോയൽ ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് സുധീർ നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആശീർവാദങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ,
ഇനിയുള്ള നിമിഷം മണിച്ചന്റെ പാട്ടുകൾ എല്ലാവരും കേൾക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടിച്ചു പൊളിക്കാം. റെഡിയല്ലേ? എല്ലാ പാട്ടും ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. നേരത്തെ പറഞ്ഞ എനിക്ക് മിന്നാമിനുങ്ങ് എന്നുള്ള പാട്ടിന്റെ വരികൾ അറിയില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ നിരാശപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് 4 വരി മാത്രം ഞാൻ പാടാം. മണിച്ചേട്ടാ, അത് എനിക്കൂടെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എല്ലാ പാട്ടുകളും കേൾക്കുമ്പോൾ എല്ലാവർക്കും പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട്, ഞാൻ പാടിയ പാട്ടുകളിൽ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എഴുതിയ പാട്ടാണ് മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന പാട്ട്. ഒരുപക്ഷെ നിങ്ങൾ എത്ര പേര് ചാലക്കുടിയിലെ തൊട്ടടുത്തുള്ള അതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പോയവർക്കറിയാം, അതിന് തൊട്ടടുത്ത് ആനപ്പന്തം, ആനക്കയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആനകൾ മാത്രം ഇറങ്ങുന്ന സ്ഥലമാണ്. അതിന് തൊട്ടോട് ചേർന്ന് നിൽക്കുന്നൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ മുഴുവനും മിന്നാമിനുങ്ങളാണ്. അവിടെ കറണ്ടില്ല, കറണ്ട് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഈ മിന്നാമിനുങ്ങളെ കണ്ടിട്ട് പാടിയൊരു പാട്ടാണ് ഞാൻ. നമ്മുടെ അമ്മയും അല്ലെങ്കിൽ അച്ഛനോ മരിച്ചു പോകുമ്പോൾ മക്കളോട് പറയും, മോനെ ആ കാണുന്ന നക്ഷത്രമാണ് മോൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മോൻ്റെ അമ്മ എന്ന് പറയുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അത് കേട്ട് പഠിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ കേട്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ടുണ്ടാക്കിയത്. എൻ്റെ അച്ഛൻ ഒരു മിന്നാമിനുങ്ങായിട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും, ഞാൻ പഠിച്ച വിദ്യാലയവും ഞാൻ പഠിച്ച സ്കൂളിൻ്റെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ചേർത്ത് പാടിയ പാട്ടാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തേടുകം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാടി തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മണിച്ചേട്ടാ, ഒരാൾ കൂടി, അതായത് പാഞ്ചജന്യം എന്ന മണിച്ചേട്ടൻ അഭിനയിച്ച
ചിത്രത്തിൻ്റെ ആർട്ട് ഡയറക്ടറാണ് ഇത് മണിച്ചേട്ടന് വേണ്ടി ഇവിടെ ഒരുക്കിയത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. രമേശ് ശിവപുരം ഒന്ന് സ്റ്റേജിൽ മണിച്ചേട്ടൻ്റെ ഒപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി കൊടുക്കാം. ആ പടത്തിൽ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? താങ്ക് യു ട്ടാ, സന്തോഷം. താങ്ക് യു. ഇനിയും ഇന്നത്തുള്ള ഈ ദിവസം